ഹലോ, ഒരു 80 വർഷം പിറകിലോട്ടൊന്ന് നമ്മളെ കൊണ്ടുപോകുന്നതാണ് ഈ കാണുന്ന വീട്. നിങ്ങൾക്ക് പറഞ്ഞാൽ വിശ്വസിക്കുമോ എന്നറിയില്ല. ഒരു 80-90 വർഷം പഴമയുള്ള ഒരു വീട്ടിലേക്കാണ് ഇന്ന് ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നത്. കണ്ടോ, അതിനെ ഒന്ന് ചെറിയ ഒരു രീതിയിൽ ഒരു മേക്ക് ഓവർ ചെയ്തു എന്ന് മാത്രം. ആ പഴയ വെൻറ്റിലേഷനും ആ ആ കട്ടയിലൊക്കെ ചെയ്തിരിക്കുന്ന ഡിസൈനൊക്കെ കണ്ടില്ലേ, ആ പിങ്ക് കളർ ജനൽ ഒക്കെ കാണുമ്പോഴൊക്കെ നമ്മൾ പഴയ കാലത്തെ ഓർമ്മകളിലേക്ക് കൊണ്ടുപോകില്ലേ. ആ കൂട്ടത്തിൽ ഈ ചെയ്തിരിക്കുന്നതൊക്കെയാണ്. അതിനൊരു മേക്ക് ഓവർ ചെയ്തതാണ്, ഒരു പുതുമയിലേക്കും കൂടെ കൊണ്ടുവന്നിട്ടുണ്ട്. പഴമയെ നിലനിർത്തി. എൻ്റെ ഒരു ഇൻറ്റിമേറ്റ് ഫ്രണ്ടിൻ്റെ വീടാണ്. ഇത് കണ്ടോ, അന്നത്തെ മിക്ക വീടുകളിലും കാണുന്ന ഒരു ഡിസൈനാണ്. ചെറിയ കല്ലുകൾ ഇങ്ങനെ ഭിത്തിയിലിങ്ങനെ ഒട്ടിച്ച് വെക്കുന്ന രീതി. ഡോറൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്തു. അപ്പം ഞാൻ എൻ്റെ ഫ്രണ്ടിനെ കാണാനായിട്ട് പോയപ്പോൾ പെട്ടെന്ന് നിങ്ങൾക്ക് കൂടി ആ വീട് ഷെയർ ചെയ്യണമെന്ന് തോന്നി. അപ്പോൾ അവിടെ ഒരുപാട് അറേഞ്ച് ചെയ്ത് വൃത്തിയാക്കി നീറ്റാക്കി ഇട്ടിട്ടില്ലാത്തതുകൊണ്ട് ഞാനൊന്ന് ഓടിച്ചിട്ടൊന്ന് നിങ്ങളെ കാണിക്കുകയാണ്. അവർ ഫ്രണ്ടിൽ ഈ ഒരു പോർഷൻ ഇറക്കിയതാണ് കേട്ടോ. വീടിൻ്റെ ഹൈറ്റ് മണ്ണ് വെച്ച് കൂട്ടിയിട്ട് ഈ ഒരു പോർഷൻ, ഈ ഫ്രണ്ട് നല്ലൊരു വ്യൂ അവർ ഇറക്കിയിട്ടുണ്ട്. അവിടെ ഇരിക്കാനൊക്കെ ഉണ്ടല്ലോ ഒരു ഒന്നൊന്നര സുഖം. കാറ്റൊക്കെ കൊണ്ട് അവിടെ കിട്ടിയിരിക്കുന്ന ഈ ഒരു ഭാഗത്തൊക്കെ ഇരിക്കാനുണ്ടല്ലോ എന്ത് രസമാണെന്നറിയാമോ. എനിക്ക് അവിടെ പോയിട്ട് എനിക്ക് അവിടെ കിടന്ന് ഉറങ്ങാൻ തന്നെ തോന്നിപ്പോയി. ഇവിടെ നമുക്കിങ്ങനെ ഇരുന്ന് കഥ പറയാനും സംസാരിക്കാനും കുറച്ച് കുന്നായ്മകളും പരിദൂഷണങ്ങളൊക്കെ പറഞ്ഞിങ്ങനെ ഇരിക്കാനും ഫുഡ് കഴിക്കാനൊക്കെ ഭയങ്കര വൈബുള്ളൊരു സ്ഥലം കേട്ടോ. നമുക്കപ്പോൾ ഈ വീടിൻ്റെ അകവും കൂടി ഒന്ന് കണ്ടാലോ. ഡോറൊക്കെ ഉണ്ടല്ലോ അത്യാവശ്യം ഒന്ന് മാറ്റിയിട്ടുണ്ട്. പക്ഷേ ആ ജനലിൻ്റെ വെൻറ്റിലേഷൻ, അതിൻ്റെ ഗ്രില്ല് എല്ലാം പഴയ ഡിസൈൻ തന്നെയാണ് അവരതിൽ നിലനിർത്തിയിരിക്കുന്നത്. ഈ തിട്ടാണ്ടില്ലേ എന്ത് രസമുണ്ടല്ലോ ഇവിടേക്ക് എങ്ങനെ ഇരിക്കാൻ തന്നെ. അത് പണ്ട് താഴയിൽ നിന്നപ്പോഴത്തേക്ക് ചെറിയ ഇതുപോലെ ഇരിക്കുന്ന സിറ്റിംഗ് പ്ലേസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഉയർത്തിയപ്പോൾ അതിനെ ഒരു മാർബിളിൻ്റെ ഒരു ഇത് കൊടുത്തിട്ട് പോർഷൻ കൊടുത്തിട്ട് ആ ഒരു ഹൈറ്റ് മെയിൻറ്റെയിൻ ചെയ്ത് ഇവിടെ ഇരിക്കാനൊക്കെ ഭയങ്കര രസമാണ് കേട്ടോ. അത് ഞാൻ വെറുതെ ഇങ്ങനെ തള്ളി പറയുന്നതല്ല. എനിക്കിങ്ങനെയുള്ള പഴമകളെ നിലനിർത്തി കൊണ്ടുപോകുന്ന വീടുകൾ എന്നും ഇഷ്ടമുള്ളതാണ്. പഴമകളെ ഒത്തിരി ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. നമുക്ക് അതിൻ്റെ അകത്തേക്ക് ജസ്റ്റ് ഞാൻ നിങ്ങളൊന്ന് കാണിക്കാം. അവരുടെ അച്ഛനിരുന്ന സമയത്ത് TV കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അവരുടെ ഒരു ബെഡ്റൂമാണിത്. 5 ബെഡ്റൂമുണ്ട് കേട്ടോ വീട്ടിൽ. 5 ബെഡ്റൂമുണ്ട്. ഇതുപോലെയുള്ള ഒരു വരാന്ത, ഒരു എന്താ പറയത്തില്ല അതിന്, ആ ഒരു സംഭവമുണ്ട്. കിച്ചന് മാത്രം ഒന്ന് അത്യാവശ്യം ഒരു ചെറിയൊരു മോഡേണിലേക്ക് കൊണ്ടുവന്നു. പിന്നെ എനിക്കിത് ഈ ഒരു പോർഷനുണ്ടല്ലോ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു മക്കൾസേ. ഇവിടെ ഇങ്ങനെ ഇരുന്നപ്പോഴുണ്ടല്ലോ ഒരു ഒന്നൊന്നര സുഖം കേട്ടോ. അപ്പം ഞാൻ ചോദിക്കുമായിരുന്നു അവളുടെ അമ്മയുടെ അടുത്ത്, ഇവിടെ ഇരുന്ന് കഴിക്കാമല്ലേ അമ്മ എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് പറഞ്ഞു, ഇല്ല മോളെ അവിടെ കിടക്കുകയും ചെയ്യാം ഉറങ്ങുകയും ചെയ്യാം. അപ്പോൾ എനിക്കാണെങ്കിൽ ഭയങ്കര സുഖം തോന്നിയൊരു സംഭവം കേട്ടോ അവിടെ ഇരുന്നൊക്കെ ഫുഡ് കഴിക്കാനും ഒക്കെ. അത് ഒരു റൂം ഈ റൂമൊന്ന് അത്യാവശ്യം നല്ല രീതിയിൽ ഒരു നീറ്റ്നെസ് ആയിട്ടില്ലാത്തതുകൊണ്ടാണ് ഞാൻ കാണിക്കാത്തത്. ആ ഡോറൊക്കെ പഴയ ഡോർ തന്നെയാണ്, ഹൈറ്റ് കുറഞ്ഞ കുഞ്ഞു ഡോറ്. എനിക്കെന്തോ വല്ലാത്തൊരു ഇഷ്ടം തോന്നി കേട്ടോ ആ വീട് കാണുമ്പോഴത്തേക്ക്. എപ്പോഴും ഞാൻ പോകുമ്പോഴും പലപ്പോഴും കരുതി നിങ്ങൾക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്യണമെന്ന്. ജനലൊക്കെ കണ്ടില്ലേ, പണ്ടത്തെ അതേ സെയിം ജനൽ തന്നെയാണ്. പിന്നെ അത്യാവശ്യം മാർബിൾ സംഭവങ്ങളൊക്കെ അവർ ആ വീടിനെ കുറച്ച് നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണും, ഒരു ഏകദേശ രൂപം കിട്ടിക്കാണുമെന്ന് കരുതുന്നു. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. അപ്പോൾ നമുക്ക് 80 വർഷത്തിൽ നിന്ന് പിറകിലോട്ട് പോയിട്ട് നമുക്ക് മുന്നോട്ട് വരാം. ഓക്കെ, അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവരോടും ബൈ പറയുന്നു. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, ബൈ.